Please join me to welcome on stage one of the producers from E4 Entertainments, Mr. Mukesh R. Mehta. അദ്ദേഹത്തിന് നല്ലൊരു കൈ നൽകി ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Sir, a very warm welcome to you. ഒരിക്കൽ കൂടി സ്വാഗതം. Please be seated. അദ്ദേഹത്തോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ പ്രവീൺ ചന്ദ്രൻ. Welcome sir, welcome. Once again welcome. അദ്ദേഹത്തോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്തത് കുഞ്ഞിരാമായണ പത്മിനി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ റൈറ്റർ ശ്രീ ദീപു പ്രദീപ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ റൈറ്റർ. A very warm welcome to you. And joining them on dais, I would like to welcome on stage the veteran actor, നമ്മുടെ എല്ലാവരുടെയും സ്നേഹിതൻ, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അശോക് ഏട്ടനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. A very warm welcome to you. ഇനി അടുത്തതായി ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി വെയിൻ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് നല്ലൊരു കൈ നൽകി സ്വാഗതം ചെയ്യാം. A very warm welcome to you. ഇനി ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ, ഈ ഒരു സീരീസിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും, വളരെ യാദൃശ്ചികമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ഒരു നായികയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ നായികയെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദിഗ്ല വിമൽ. A very warm welcome to you. ഒപ്പം ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ അജുവേട്ടനെ ശ്രീ അജു വർഗീസ്. A very warm welcome to you. ഒരിക്കൽ കൂടി വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവരിൽ നിന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം. ഏറ്റവും ആദ്യം I would like to welcome Mukesh sir to share a few words with us, please. നമസ്കാരം. വെബ് സീരീസിലേക്ക് ഒരു ചാൻസ് കൊടുത്തതിന് ഹോട്ട്സ്റ്റാറും സ്റ്റാർ ടി വിയും ഏഷ്യാനെറ്റിന് നന്ദിയുണ്ട്. അതേപോലെ ഈ വേദിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സണ്ണി വെയിൻ, അജു, നിഖില, എസ്പെഷ്യലി കുട്ടേട്ടന് വന്നിട്ടില്ല. ഇവരെല്ലാവരും നമ്മളുടെ പടങ്ങളിലൊക്കെ ഓൾറെഡി ആക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. ദീപുവും പ്രവീണും രണ്ടുപേരുടെ ഈ വെബ് സീരീസ് നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കും എന്നോട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതൊരു കോമഡി ജോണറാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ പെയിൻറ് പ്രീമിയർ ലീഗ് ഈ 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തുടങ്ങുകയാണ്. എല്ലാവരും കാണും. ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങനെ ഡയറക്ടേഴ്സാണ്. ഞാനാണ് ഇതിലൊരു ഡെബ്യൂ ഡയറക്ടറായിട്ട് ചെയ്യുന്നത്. അതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന ഹോട്ട്സ്റ്റാറിനും E4 എൻ്റർടൈൻമെൻറ്റ്സും ദീപു പ്രദീപിനും താങ്ക്സ് പറയുന്നു. പേരിലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു വെബ് സീരീസാണ് നമ്മുടെ വെബ് സീരീസ്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നവാഗതനായ സംവിധായകനാണ്. എല്ലാവിധ ആശംസകളും നേരുന്ന ഈ അവസരത്തിൽ ഇനി അടുത്തതായി നമ്മളുടെ ഈ ഒരു സീരീസിന്റെ റൈറ്റർ ശ്രീ ദീപു, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ്, അതും ഒരു ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. E4 എൻ്റർടൈൻമെൻറ്റ്സ്, മുകേഷ് സാറെ ചേട്ടനും ആദ്യ സിനിമ കുഞ്ഞിരാമായണം മുതൽ കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു നടയിൽ സിനിമ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രവീണേട്ടൻ, ഞങ്ങൾ ഒരു സിനിമയ്ക്കായിരുന്നു ആദ്യം ഒരുമിക്കേണ്ടിയിരുന്നത്. ആ സിനിമ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോഴാണ് ഈ വെബ് സീരീസ് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരു പൂർണ്ണ മനസ്സോടെ അവരെ മാക്സിമം ഇട്ടിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവർക്കൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്ന് ദിലീപ് സാറ്, അനന്തേട്ടൻ, പിന്നെ കുട്ടി സാറ്, എല്ലാവർക്കും അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും വളരെ വലുതായിരുന്നു. ഇനി 5-ാം തീയതി തൊട്ട് എല്ലാ ഭാഷയിലും വരുന്നു ഈ സീരീസ്. എല്ലാവരും കാണും എന്ന് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തതായിട്ട്
പേരിലൂർ പ്രീമിയർ ലീഗിന്റെ താരം. ഇനി നമുക്ക് എല്ലാവർക്കും നിഖില അഭിമിലിൽ നിന്ന് 2 വാക്ക് കേൾക്കാം. 2 വാക്കല്ല കേട്ടോ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വെബ് സീരീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ മീഡിയയ്ക്ക് എല്ലാവർക്കും താങ്ക്സ്. പറഞ്ഞതുപോലെ ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ സീരീസാണ്. അപ്പം ഹോട്ട്സ്റ്റാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ വെബ് സീരീസാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന OTT പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും സ്ട്രീമിംഗ് കൂടുതലുള്ള പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടേതായിട്ടൊരു സീരീസ് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പം അവർ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചെറിയ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും നമ്മളോട് സഹകരിച്ച് വർക്ക് ചെയ്തതിന്. ഞാനിതിനു മുന്നേ പ്രവീൺ ചേട്ടനോട് വേറൊരു സിനിമ ചെയ്യാനിരുന്നതായിരുന്നു. ദീപു ചേട്ടൻ്റെ കൂടെ എൻ്റെ ഇത് 3ാമത്തെ അസോസിയേഷനാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇതിനു മുന്നേ E4ൻ്റെ കൂടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പടം Love 24/7 പ്രൊഡ്യൂസ് ചെയ്തത് E4 ആണ്. അപ്പം അങ്ങനെ 4th ലാസ്റ്റ് ഇയർ ഹിറ്റായിരുന്നു. അപ്പം അവരുടെ കൂടെയുള്ളൊരു ഫർദർ അസോസിയേഷനും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അശ്വതിയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു സീരീസിൽ ചെയ്തതെന്ന് അറിയാം. അപ്പോൾ പ്ലീസ് ഓൺ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല കഥാപാത്രം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ 2ാമത്തെ വെബ് സീരീസിലാണ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റായിരിക്കും. ഓഡിയൻസ് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാം കൂടെ ചേർത്ത് തമാശ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഈ ഇരിക്കുന്നവരെല്ലാവരെയും, മറ്റ് ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു. ആ വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി, അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും ജീവനുള്ള കഥാപാത്രങ്ങളാണ്. ഒപ്പം എൻ്റെയും എന്തായാലും വളരെ സന്തോഷം. 5ാം തീയതി റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. നന്ദി അശ്വതി. താങ്ക് യു വെരി വെരി മച്ച്. നമ്മുടെ ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി വെയിൻ, ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഷെയർ ഫ്യൂ വേർഡ്സ് വിത്ത് us, പ്ലീസ്. താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങൾ എല്ലാവരും പേരിലൂരിൻ്റെ ഫസ്റ്റ് ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു. ആ പ്രീമിയർ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കണ്ടതിന് ശേഷം ഇപ്പം 3 എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആണിത്. നമ്മൾ കുറച്ച് കാലങ്ങളെ ഒരു ത്രില്ലർ മൂഡിലൊക്കെ ഉള്ള കുറച്ച് കാലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാലം വെബ് സീരീസുകൾ നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ, ഒരു ഫൺ എൻ്റർടൈനറാണ് പേരിലൂർ പ്രീമിയർ ലീഗ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഡിസ്നി ഹോട്ട്സ്റ്റാർ ആൻഡ് E4 എൻ്റർടൈൻമെൻറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ സ്വന്തം എന്താ പറയുക, ഇതിലിരിക്കുന്ന എല്ലാ അഭിനേതാക്കളും, മുന്നിലിരിക്കുന്ന അഭിനേതാക്കളും എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും പിന്നെ ആദ്യമായിട്ട് ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം, ഒരു ഭൂരിപക്ഷം
ഏറ്റവും വലിയ സിനിമകളുടെയും സീരീസിന്റെയും ഭാഗമാണ് അജു ചേട്ടൻ. അപ്പോൾ അജു ചേട്ടാ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ്. ആദ്യമേ തന്നെ എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് അനന്തപത്മനാഭൻ ചേട്ടനോടാണ്. KCF ഷൂട്ട് നടക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പം അതിലെനിക്കൊരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ചേട്ടനോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സ് ആ വേഷം തന്നത്. ദീപുമായിട്ടുള്ള രണ്ടാമത്തെ അസോസിയേഷൻ കട്ട് പീസ് കുട്ടന് ശേഷം എനിക്ക് സൈക്കോ ബാലേന്ദ്രൻ തന്നു. പിന്നെ സണ്ണീച്ചൻ, അശോക് ഏട്ടൻ, നിഖില, എല്ലാവരും D4 ഇതിന് മുന്നേ സഹകരിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും.